രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമാണ് പെഹൽഗ്രാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന വിമർശനം നാനാഭാഗങ്ങളിൽ നിന്നും ഉയരുകയുമാണ്. ഇതേ തുടർന്ന് സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അക്രമത്തിന് ഏതാനും ദിവസം മുൻപ് പാക് അധിനിവേശ കാശ്മീരിൽ താമസിക്കുന്ന ഭീകരരിൽ ഒരാൾ അക്രമം സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നതായും എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ സേനയും തമ്മിൽ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഗുരുതരമായ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൻ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന് തൊട്ടു മുൻപ് പോലും പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര നേതാക്കൾ പഹൽഗാമിൽ അക്രമം നടത്തിയവർക്ക് തത്സമയം നിർദ്ദേശം നൽകിയതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിശീലനം ലഭിച്ചവരാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾ. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടുതലുള്ളതും സുരക്ഷാ സേനയുടെ വിന്യാസം കുറവുള്ളതുമായ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയും അക്രമികൾ ശേഖരിച്ചതായി റിപ്പോർട്ടുണ്ട്. അക്രമികൾ ഉപയോഗിച്ച ഹെൽമറ്റുകളിൽ ക്യാമറ ഘടിപ്പിച്ചിരുന്നു. ഇത് ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സഹഭീകരർക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതെല്ലാം ആക്രമണത്തിന് പിന്നിലെ ആസൂത്രണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സന്ദർശനത്തോടനുബന്ധിച്ച് പതിവിലും കൂടുതൽ സുരക്ഷാ വിന്യാസം നിലനിൽക്കുകയും ആക്രമണം ഉണ്ടായി എന്നതും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാക് ആസ്ഥാനമായ ഭീകര സംഘടനയായ ലഷ്കറിൻ്റെ മുതിർന്ന കമാൻഡറായ ഖാലിദ് എന്നറിയപ്പെടുന്ന സൈഫുള്ള കസൂരിയാണ് കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരനെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഭീകരാക്രമണത്തിൻ്റെ ഇരകളെ കാണാനായി കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് മുന്നിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പരാതി കൂമ്പാരമായിരുന്നു. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ബന്ധുക്കൾ കേന്ദ്രമന്ത്രിയോട് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പഹൽഗാമിൽ അമിത്ഷാ എത്തിയത്. മൃതദേഹങ്ങളിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള 3 പേർ ഉൾപ്പെടെ 5 ഭീകരരെങ്കിലും വെടിയുതിർത്തതായാണ് സംശയിക്കുന്നത്. ദൃക്സാക്ഷി വിവരണങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആക്രമണകാരികളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും പ്രാദേശിക തീവ്രവാദികളാണ് എന്നാണ്. കഴിഞ്ഞ വർഷം ഒരു കോർപ്പറൽ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ജീവൻ അപഹരിച്ച വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളിൽ ഒരാൾക്ക് പങ്കുണ്ടെന്ന് കരുതുന്നതായി ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. മറ്റു 2 പേർ കുൽഗാമിലെ ബിജ് ബെഹാര, തോക്കൻപോറ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും കരുതുന്നു. 3 ഭീകരരുടെ രേഖാചിത്രങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.